സുധീഷിന്റെ ജീവിതത്തിൽ എപ്പോഴും പടങ്ങൾ കാണിക്കാൻ താല്പര്യം കാണിച്ചിരുന്ന അച്ഛനാണ്, കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി അച്ഛൻ എപ്പോഴും പരീക്ഷയുടെ തലേന്ന് വരെ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയ ആളാണ്. ഇംഗ്ലീഷ് പടങ്ങൾ ഒത്തിരി കാണിക്കുമായിരുന്നു. ഇംഗ്ലീഷ് പടങ്ങൾ കൂടുതൽ കാണിക്കും. അല്ല, അങ്ങനെ എന്തോ ഒരു അനുഭവം ഇല്ലേ നിങ്ങൾ രണ്ടുപേരുടെ ഒരു അങ്ങനെ എന്തോ ഒരു അശ്ലീലം നിറഞ്ഞൊരു ചിത്രം കാണാൻ പോയി? അശ്ലീലം നിറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഉള്ളൂ അല്ലേ? ഇംഗ്ലീഷ് പടങ്ങളിൽ പൊതുവെ ഇതുണ്ടല്ലോ, ചെറിയ സീനിലൊക്കെ. നമുക്കിത് കാണുമ്പോൾ അശ്ലീലം തോന്നുക, അവർക്കൊക്കെ അശ്ലീലമാ, അവർക്കല്ല ടെൻഷൻ, നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ ഇത് അറിഞ്ഞുകൊണ്ടാണോ അച്ഛൻ കൊണ്ടുപോയിട്ടുള്ളത്? അല്ല, സിനിമ ഗംഭീര സിനിമയായിരുന്നു. സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, ഷീന ദ ക്യൂൻ ഓഫ് ദി ജംഗിൾ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ പടത്തിന്റെ പേര്. ഇങ്ങനെയുള്ള സിനിമ കണ്ട ആരും മറക്കത്തില്ല. ഓക്കെ. അപ്പൊ ഈ സിനിമ കാണാൻ വേണ്ടി പോയപ്പോ, കാരണം ജംഗിളിലെ കാര്യങ്ങളുടെ അഡ്വഞ്ചേഴ്സും ഈ പെണ്ണിന്റെ അഡ്വഞ്ചേഴ്സ് ആണ് കൂടുതലായിട്ടും, അതാണ് ഷീന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. അപ്പൊ അച്ഛൻ അറിയാം, എനിക്ക് തോന്നുന്നു അച്ഛൻ നേരത്തെ മുമ്പ് കണ്ടിട്ടുണ്ടോ സംശയം ഉണ്ടാവും, ഡൗട്ട് ഉണ്ട്. കറക്റ്റ് ആ സീൻ വന്നപ്പോ അച്ഛൻ അറിയാം സീൻ വരാൻ പോകുന്ന കാര്യം. ഓരോ സ്ഥലം അച്ഛൻ നോക്കി വെച്ചു. അങ്ങനെ ആ സീന് വന്ന സമയത്ത് മറ്റേ സീൻ അറിയാലോ, സീൻ ആ സീൻ വന്ന അച്ഛൻ എന്താ പറയാ, അച്ഛന്റെ കയ്യിലുള്ള പേന എടുത്തിട്ട് പതുക്കെ താഴോട്ട് ഇട്ടു. ഏത് നമ്മുടെ ഇരിക്കുകയാണല്ലോ നമ്മള്, താഴോട്ട് ഇട്ടു. അച്ഛൻ സീൻ വന്ന അച്ഛൻ പറഞ്ഞു, ആ മോനെ ആ പേന ഒന്ന് എടുത്തേ, കാരണം ആ സെക്കൻഡോട് ആ സീൻ പോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ അതാ അവിടെ ഇരിക്കട്ടെ, ഈ സീനൊന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പേന എടുക്കാന്ന് പറഞ്ഞു. അതാണ് അച്ഛന്റെ മകൻ അല്ലേ? ഓക്കെ. സാധാരണ ഈ എത്ര പേന കൊണ്ടുപോയിട്ടുണ്ട് ഓരോ സിനിമയ്ക്കും അച്ഛനോ? അച്ഛൻ അറിയില്ലല്ലേ? ഇല്ല, അങ്ങനെ. പക്ഷെ അച്ഛൻ എന്താ അറിയോ, എല്ലാ പടങ്ങളും കാണിച്ചു തരും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു സുധീഷിന്റെ അച്ഛൻ എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം നടനായിരുന്നല്ലോ, അതായത് നാടകത്തിലൂടെ അല്ലേ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സിനിമകളും കണ്ട് അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മകൻ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നല്ല കാര്യം അല്ല. ഇത് പറഞ്ഞപ്പോഴാണ് സുധീഷ്, ബാലചന്ദ്രൻ ചുള്ളിക്കാടും വിജയലക്ഷ്മി, അദ്ദേഹത്തിന്റെ ഭാര്യ വിജയലക്ഷ്മിയും കൂടെ ഒരു സിനിമാ തിയേറ്ററിൽ പോയ ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞ ഉടനെയാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവർ പോയി സിനിമ കാണാൻ തുടങ്ങിയ സമയത്ത് അടിച്ച് പൂക്കുറ്റിയായ ഒരു മനുഷ്യൻ അവരടുത്ത് വന്നിരുന്നു. ഭയങ്കര ദുർഗന്ധം, അയാളടുത്തിരുന്ന് കാണാൻ പറ്റുന്നില്ല, അയാൾ വേണ്ടാത്ത ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സഹികെട്ട് ഇൻ്റർവെലായപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു, വിജയലക്ഷ്മിയോട് പറഞ്ഞു, നമുക്ക് ഫ്രണ്ടിൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വിജയലക്ഷ്മിയെ കൊണ്ട് ഇദ്ദേഹം കൈപിടിച്ച് ഫ്രണ്ടിൽ പോയി അവിടെ ഇരുന്നപ്പോൾ ഈ പറഞ്ഞ ഇഷ്ടമുണ്ടല്ലോ, അടിച്ച് പൂക്കുറ്റിയായി അടുത്ത് വന്നിരുന്ന് മിനിറ്റുകളോളം ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ വന്ന് വിജയലക്ഷ്മിയുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ചുള്ളിക്കാട് എഴുന്നേറ്റു. ചുള്ളിക്കാട്, താങ്കളുടെ സീറ്റ് ഇവിടെ അല്ല, താങ്കളുടെ സീറ്റ് പിറകിലാണെന്ന് പറഞ്ഞു. നോ 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 നോ, എന്റെ സീറ്റ് ഇവിടെ തന്നെയാ എന്ന് പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ ബാക്കിൽ പോയി, നിങ്ങളുടെ സീറ്റ് ബാക്കിൽ. ഇല്ല, ഞാൻ നീല സാരിക്കാരിയുടെ കൂടെയാണല്ലോ ഇരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ ഒരു അടയാളം വെച്ചിരിക്കായിരുന്നു. ചുള്ളിക്കാടിന്റെ ഭാര്യ വിജയലക്ഷ്മി നീലസാരി ചുറ്റിയിരുന്നുകൊണ്ട് ആ അടയാളം വെച്ചിരിക്കായിരുന്നു. പുള്ളിയോട് ആ കളി. ഇങ്ങനെ അനുഭവം പുള്ളി തന്നെ എഴുതിയത് കേട്ടോ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്നെ ഇതൊരു സ്ഥലത്ത് നീലസാരി മാത്രമേ കണ്ടുള്ളൂ. അതേ മാത്രം ഷർട്ട് കണ്ടിട്ടില്ല. അത് പുള്ളി കണ്ടിട്ട്, ചുള്ളിക്കാടിന്റെ ഷർട്ട് പുള്ളി നോക്കിയിട്ടില്ല. സുധീഷ്, ഞാൻ ഒന്ന് രണ്ട് പേരെയും കൂടെ പരിചയപ്പെടുത്താറുണ്ട്. ആദ്യം കുട്ടേട്ടൻ. അല്ല, എനിക്ക് ആകെ ഒരു കുട്ടേട്ടനെ അറിയുള്ളൂ. അതാണ് മലയാള സിനിമയിൽ ഒരു കുട്ടേട്ടനുണ്ട്. ഒറ്റ കുട്ടേട്ടൻ. രാംജിറാവ് സ്പീക്കിംഗ്. നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ. കുട്ടേട്ടൻ ഇവിടെ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് നല്ല അടുപ്പമുള്ള ആളാ കുട്ടേട്ടൻ. കാര്യം എന്താ അറിയോ, എനിക്ക് നല്ല കമ്പനിയായിരുന്നു എന്നപ്പുള്ള ചേട്ടനുമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും. അദ്ദേഹത്തിന്റെ നാടകത്തിൽ സാർ അഭിനയിച്ചില്ലേ? അത് അല്ല, അദ്ദേഹത്തിന്റെ റേഡിയോ നാടകത്തിൽ. സുധീഷ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ അദ്ദേഹത്തിന്റെ ശുദ്ധമന്തളം എന്നൊക്കെ നാടകമുണ്ട്. നാട്ടിൻപുറത്തൊക്കെ ഇത് തന്നെയായിരുന്നു അഭിനയം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ CL ജോസിന്റെ എല്ലാ നാടകങ്ങൾ പോലെ അന്ന് നാട്ടിൻപുറത്തൊക്കെ അഭിനയിക്കുന്ന ഞാൻ അഭിനയിച്ചത് കുടുംബയോഗം എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു മുത്തശ്ശിയായിട്ട് അഭിനയിച്ചു. ഞാൻ 10ാം ക്ലാസ്. മുത്തശ്ശിക്ക് പറ്റുന്ന മുഖമാണോ ഇത്? അല്ല, മേക്കപ്പ് കൊണ്ട് അവർ മാറ്റിയെടുത്തു. പിന്നെ ബാക്കി അഭിനയം കൊണ്ട് ഞാനും മാറ്റിയെടുത്തു. പിന്നെ മുത്തശ്ശനായിട്ട് അഭിനയിച്ച എന്റെ എക്സ്പ്രഷൻ കൊടുക്കാനൊക്കെ പാടല്ലേ മുത്തശ്ശിക്ക്? ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞു, എന്താ വിശേഷം, സുഖമാണോ എന്നൊക്കെ പറഞ്ഞാ പോരെ, അത് മതിയാവും. ഓക്കെ, അത് സൂപ്പറായിട്ടുണ്ട്. അപ്പം ഒരു എൻ്റെ മാഷാണ് എൻ്റെ പിന്നെ മുത്തശ്ശനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബയോഗമാണ് നാടകം. ഞാനതിൽ പറഞ്ഞത് ഈ 2 പേരുടെ കുടുംബത്തിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ നാടകത്തിൽ പക്ഷേ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി ആളുകളൊക്കെ ഞങ്ങൾ സങ്കല്പിക്കണം. ഓ, അങ്ങനെയാണ്. അവർ വരുന്നതായിട്ടും അവരിയ്ക്കുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും ചായ കൊടുക്കുന്നതായിട്ടും ബാക്കിയൊക്കെ സങ്കല്പമാണ്. സുധീഷേ, നമുക്ക് ഒരു സംഘത്തെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. സംഘമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവര് പിറവത്തെ മഠത്തിൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും വിദ്യാർത്ഥികളുമാണ്. അപ്പൊ ഇവിടെ ഒരു ഹോമിയോക്കാരനില്ലേ, ഹോമിയോക്കാരന് കൗണ്ടർ കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് ആയുർവേദം. അതെ, ആയുർവേദം. സന്തോഷം നിങ്ങൾ വന്നതിൽ കേട്ടോ. അപ്പൊ നമ്മള് മത്സരം ആരംഭിക്കുക. നമ്മുടെ ആൾക്കാരൊക്കെ കാത്തിരിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ 4 മാത്രമേ ഉള്ളൂ എനിക്ക് ടെൻഷൻ. ഒരു ടെൻഷൻ വേണ്ട.
പ്രീ ഡിഗ്രിക്ക് 80% മാർക്ക് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെ ഒപ്പിച്ചെണ്ണ ഇത്? അതൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തു. ഓ, സംഭവം സൂപ്പർ തന്നെ. ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. പിന്നെ പ്രീ ഡിഗ്രി ഞാൻ പ്രാക്ടിക്കലിൽ അന്നത്തേക്കോ എനിക്കൊന്ന് സുധീഷ് കുറച്ച് പരിചയമായി. പക്ഷെ എനിക്ക് പ്രീ ഡിഗ്രിയുടെ കാര്യത്തിലാണ് സംശയം. പ്രീ ഡിഗ്രി ഞാൻ അന്ന് പ്രാക്ടിക്കലിൽ ഭയങ്കരമായിരുന്നു. ഇപ്പോഴും പ്രാക്ടിക്കലിൽ കുഴപ്പമില്ല. തിയറിയിൽ പെട്ടുപോകുന്നല്ലേ? തിയറിയിൽ പെട്ടു. പക്ഷെ പ്രാക്ടിക്കൽ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തിട്ട്. പിന്നെ BBA പഠിച്ചോ? അല്ല, BSc ഫിസിക്സ്. BSc ഫിസിക്സ് പഠിച്ചു എന്ന് പറയാൻ പറ്റൂല. കോളേജിൽ ചേർന്നു എന്ന് പറയാം. പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഇപ്പൊ കാണാറ്. കാരണം ആ സമയത്തൊക്കെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ വേനൽ കിനാവുകൾ, ആധാരം, ചപ്പടി വിദ്യ, ഇങ്ങനെ വേനൽ കിനാവ് എന്ന് പറയുമ്പോഴേ എന്തോ സുധീഷിന്റെ മനസ്സിൽ കിന്നാരത്തുമ്പികൾ പോലെ ഇഫക്ട് വരുന്നു. അങ്ങനെ ഉണ്ടോ? ഒരിക്കലും വരുന്നത്. കാരണം എന്താ പറയുക, അത് സംവിധാനം ആരാന്നറിയാലോ, KS സേതുമാധവൻ. അതുകൊണ്ടാമോ കിന്നാരത്തുമ്പികളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവന്റെ ഷൂട്ടിംഗ് കാണാൻ പോയത്. പക്ഷെ സംവിധായകർ ഇവരായി പോയില്ല, MT സാറും. അവരങ്ങനെ സുധീഷിന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് സംശയം വന്നു. അതുകൊണ്ട് അല്ല, ഞങ്ങളുടെ മനസ്സാണ് അവരാ സിനിമ ആക്കിയത്. കാരണം ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, MT സാറിന് എങ്ങനെ ആ മനസ്സെന്നുള്ള കാര്യമാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഏറ്റവും വെറൈറ്റി സിനിമയാണത്. അദ്ദേഹത്തിന്റെ സിനിമകൾ അറിയാം, വലിയ വലിയ സിനിമകൾ, ചരിത്ര സിനിമകളും വടക്കൻ വീരകഥ അല്ലെങ്കിൽ നാലുകെട്ട് പോലുള്ള ഗംഭീര പടങ്ങളിൽ നിന്നും ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ് വേനൽക്കിനാവ്. സുധീഷ്, നമ്മുടെ ചോദ്യങ്ങളെ വലിയ ബുദ്ധിപരമായ ചോദ്യമൊന്നുമല്ല, കുറച്ച് ഫണി അല്ല സുധീഷായ അതല്ല, സുധീഷ് ബുദ്ധിവൈഭവമുള്ള ആളാണ്. അല്ലെങ്കിൽ ഇത്രയും കാലമൊക്കെ സിനിമ പിടിച്ചേക്കാവൂ. നിലം പറ്റത്തില്ലായിരുന്നു, നിലം പരിശായന്. ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞാൽ അപാര വൈഭവമുള്ള അല്ലല്ലേ? അഭിനയം കൊണ്ടാ. ഓ, എന്ന് പറഞ്ഞോളണം. തിരതള്ളൽ നടക്കുകയാണ് ഇപ്പോൾ. ഡോക്ടർ, കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നു ഈ സുധീഷ്? ഒരു പഠിപ്പിസ്റ്റായിരുന്നു. പഠിപ്പിച്ചായിരുന്നു. 7ാം ക്ലാസ് വരെയൊക്കെ ഒന്നാം പറഞ്ഞൊന്നിച്ചു വന്നാണോ? അല്ലല്ല.